Today we are going to discuss about qualitative characteristics of accounting information. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ്റെ ഗുണാത്മക സവിശേഷതകൾ. അക്കൗണ്ടിംഗ് വിവരങ്ങളുടെ ഗുണനിലവാരം അവ മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാകുന്നു, അവ എങ്ങനെ പ്രയോജനകരമാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ അക്കൗണ്ടിംഗ് വിവരങ്ങൾ പ്രയോജനകരമാകണമെങ്കിൽ അവയ്ക്ക് ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. റിലയബിലിറ്റി വിശ്വസനീയത, റെലവൻസ് പ്രസക്തി, അണ്ടർസ്റ്റാൻഡബിലിറ്റി ഗ്രാഹ്യശേഷി, കമ്പാരബിലിറ്റി താരതമ്യക്ഷമത എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ ഈസ് റിലയബിലിറ്റി. Reliability means the users must be able to depend on the information. Accounting information will be reliable if it is free from errors and bias and faithfully represents what it seeks to represent. അതായത് അക്കൗണ്ടിംഗ് വിവരങ്ങൾ തെറ്റില്ലാത്തതും നിഷ്പക്ഷവും, അതായത് പക്ഷപാതരഹിതവും സത്യസന്ധവും ഉപഭോക്താവിന് ആശ്രയിക്കാവുന്നതുമായിരിക്കണം. വിശ്വാസ്യത ഉറപ്പുവരുത്താൻ സമാന രീതി ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് പരിശോധിക്കാൻ കഴിയുന്നതുമായിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് റെലവൻസ് പ്രസക്തി പ്രാധാന്യം. ടു ബി റെലവൻറ്റ്, അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം, മസ്റ്റ് ഹെൽപ്പ് ഇൻ പ്രെഡിക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക് ആൻഡ് മസ്റ്റ് ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻസ് ഓഫ് യൂസേഴ്സ്. അതായത് വിവരങ്ങൾ പ്രസക്തമാകണമെങ്കിൽ അവ യഥാസമയം തന്നെ ലഭ്യമാക്കണം. ഇത്തരം അക്കൗണ്ടിംഗ് വിവരങ്ങൾ പ്രവചനത്തിനും പ്രതികരണങ്ങൾക്കും സഹായകമാവുകയും ഉപയോക്താക്കളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യണം. തേർഡ് വൺ ഈസ് അണ്ടർസ്റ്റാൻഡബിലിറ്റി ഗ്രാഹ്യശേഷി. അണ്ടർസ്റ്റാൻഡബിലിറ്റി മീൻസ് ഡിസിഷൻ മേക്കേഴ്സ് മസ്റ്റ് ഇൻ്റർപ്രിറ്റ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഇൻ ദ സെയിം സെൻസ് ആസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് കൺവേഡ് ടു ദം. അക്കൗണ്ടിംഗ് വിവരങ്ങൾ തയ്യാറാക്കിയവർ ഉദ്ദേശിച്ച അതേ അർത്ഥത്തിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നതായിരിക്കണം. ആശയവിനിമയം നല്ലത് മോശം എന്ന് തരംതിരിക്കുന്നത് സന്ദേശം മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ബീയിങ് അണ്ടർസ്റ്റാൻഡ് ബൈ ഓൾ ഇറ്റ്സ് യൂസേഴ്സ്. ലാസ്റ്റ് വൺ ഈസ് കമ്പാരബിലിറ്റി താരതമ്യക്ഷമത. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് the financial reports are able to compare various aspects of an entity over different time period and with other entities. ഒരു സ്ഥാപനത്തിൻ്റെ വ്യത്യസ്ത കാലയളവുകളിലെ ധനകാര്യ റിപ്പോർട്ടുകൾ തമ്മിലും മറ്റ് സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടുകൾ തമ്മിലും താരതമ്യം ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. പൊതുവായ കാലയളവിൽ പൊതുവായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പൊതുവായ മാതൃകയിൽ തയ്യാറാക്കിയ റിപ്പോർട്ടുകളെ മാത്രമേ താരതമ്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. So, accounting information should facilitate inter-firm comparison as well as intra-firm comparisons. These are all about qualitative characteristics of accounting information. Next, we have to study the objectives of accounting. Accounting inde ലക്ഷ്യങ്ങൾ. The main objectives of accounting are maintenance of records of business transactions, calculation of profit and loss, depiction of financial position, and providing accounting information to its users. First one is maintenance of records of business transactions. ബിസിനസ്സിൻ്റെ ഇടപാടുകൾ രേഖപ്പെടുത്തി പരിപാലിക്കുക. The main purpose of accounting is to identify business transactions of financial nature and enter into appropriate books of accounts. The accounting records should be made properly and systematically so that requisite information may be obtained at a glance. വളരെ മിടുക്കരായ മാനേജർമാർക്കും ഉദ്യോഗസ്ഥർക്കു പോലും വാങ്ങൽ, വിൽപ്പന, വരവ്, ചെലവ് തുടങ്ങിയ വ്യത്യസ്തമായ ഇടപാടുകൾ കൃത്യമായി ഓർമ്മിച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല. അതിനാൽ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് വളരെ കൃത്യതയോടെയും പരിപൂർണമായും രേഖപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അക്കൗണ്ട് ബുക്കുകളിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ്, ഇക്കണോമിക് ഈവൻറ്റ്സ് ക്രമമായി രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് അക്കൗണ്ടിംഗ് ഉപയോഗിക്കുന്നു. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ലാഭനഷ്ടം കണക്കാക്കൽ. ദ നെറ്റ് റിസൾട്ട് ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ്. The owners of business are keen to have an idea about the net result of their business operations periodically. That is, whether the business has earned profits
or incurred losses. A profit and loss account is prepared to ascertain the profit or loss of the business. Excess of revenue over expenses is termed as profit, and excess of expenses over revenue is termed as loss for the business. ബിസിനസ്സിൻ്റെ ഓണേഴ്സ് അവരുടെ സ്ഥാപനത്തിൻ്റെ കാലാകാലങ്ങളിലുള്ള ലാഭനഷ്ടം അറിയാൻ കാത്തിരിക്കുന്നവരായിരിക്കും. അതിനാൽ ഓരോ കാലയളവിലെയും ലാഭമോ നഷ്ടമോ കണക്കാക്കുന്നതിനായി അതാത് അക്കൗണ്ടിംഗ് പീരീഡിലെ വരവും ചെലവും രേഖപ്പെടുത്തി ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ലാഭനഷ്ട അക്കൗണ്ട് തയ്യാറാക്കേണ്ടതുണ്ട്. സ്ഥാപനത്തിൻ്റെ വരവ് കൂടുതലും ചെലവ് കുറവുമാണെങ്കിൽ ലാഭവും, ചെലവ് കൂടുതലും വരവ് കുറവുമാണെങ്കിൽ നഷ്ടവുമായിരിക്കും. ഡെപ്പിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തൽ. അക്കൗണ്ടിംഗ് ഓൾസോ എയിംസ് അറ്റ് ascertaining the financial position of the business concern in the form of its assets and liabilities at the end of every accounting period. For this, a statement which is known as balance sheet or position statement is prepared. The value of assets and liabilities of business concern are depicted in the balance sheet. The balance sheet gives a true and fair view of the state of affairs of the concern. ഓരോ വർഷാന്ത്യത്തിലും ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആസ്തികളുടെയും ബാധ്യതകളുടെയും അടിസ്ഥാനത്തിൽ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുക എന്നതും അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യമാണ്. ഇതിനായി ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നു. ബിസിനസ് സ്ഥാപനം നേടിയ ആസ്തികൾ അഥവാ അസറ്റുകൾ, അത്തരം ആസ്തികൾ ശേഖരിക്കുന്നതിന് കണ്ടെത്തിയ മാർഗങ്ങൾ അഥവാ ബാധ്യതകൾ ലയബിലിറ്റീസ് എന്നിവയാണ് ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തുന്നത്. പ്രൊവൈഡിംഗ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. Accounting information generated by the accounting process is communicated in the form of reports, statements, graphs, and charts to the users who need it in different decision situations. അക്കൗണ്ടിംഗ് പ്രക്രിയയിലൂടെ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ, ഗ്രാഫുകൾ, ചാർട്ടുകൾ എന്നിവ ഉപയോക്താക്കൾക്ക് നൽകേണ്ടതാണ്. അവ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് പ്രയോജനപ്പെടുന്നു. These are the objectives of accounting.